പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 2017-ൽ എയർലിഫ്റ്റിംഗ് നടത്തിയതിന്റെ വാടക കേന്ദ്ര സർക്കാർ കേരളത്തോട് ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ വിമർശനം. കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. SDRF നിബന്ധനകളിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിന് കേരളത്തോട് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിയാണ് വിമർശനത്തിന് കാരണം. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണിപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് കോടതിയെ അത്ഭുതപ്പെടുത്തിയെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. വയനാട് ദുരന്തത്തിൻ്റെ സഹായാവശ്യം മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ തുക ആവശ്യപ്പെടുന്നത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരായിരുന്നോ എന്നും കോടതി വിമർശിച്ചു. ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടി നൽകണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകണം. ദുരന്ത പ്രതികരണ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. 181 കോടി രൂപ മാത്രമാണ് SDRFൽ ബാക്കിയുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഈ തുക പൂർണ്ണമായി വയനാടിനായി വിനിയോഗിക്കാൻ കഴിയില്ല. SDRF വിനിയോഗം സംബന്ധിച്ച കേന്ദ്ര മാനദണ്ഡങ്ങളാണ് തടസ്സം. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അടിയന്തരമായി എത്ര രൂപയുടെ സഹായം കേരളത്തിന് നൽകാൻ കഴിയുമെന്നും കേന്ദ്രം അറിയിക്കണം. ജനുവരി 10 ഹർജി വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.